പാക് സുന്നി ഷിയ ചോരപ്പുഴകളെ അനുസ്മരിപ്പിക്കുന്ന ത്രിതല ബോംബ് സർക്യൂട്ടുകളായിരുന്നു അത്. ആദ്യം മാർക്കറ്റിൽ ബോംബ് പൊട്ടുന്നു. മരിച്ചവരെയും പരിക്കേറ്റവരെയും എല്ലാം എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവിടെയും പൊട്ടിത്തെറിയുന്നു. പിന്നെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഖബർസ്ഥാനിൽ അടുത്ത സ്ഫോടനം. ഇങ്ങനെ ഒരു തരത്തിലും രക്ഷയില്ലാത്ത മരണക്കെണി നാം സാധാരണ കണ്ടുവരാറുള്ളത് പാകിസ്ഥാനിലും മറ്റുമാണ്. പക്ഷേ അതിൻ്റെ ഒരു പതിപ്പ് ഇന്ത്യയിലും ആവർത്തിക്കാൻ ഇസ്ലാമിക ഭീകരവാദികൾ ശ്രമിച്ചു. അതായിരുന്നു 2008 ജൂലൈ 26 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്നത്. സമാനതകളില്ലാത്ത അതിക്രൂരമായ ആസൂത്രണമായിരുന്നു അതിന്റെ പുറകിൽ. 2008 ജൂലൈ 26 വൈകിട്ട് 6:45 സ്ഫോടന പരമ്പര തുടങ്ങിയത്. അഹമ്മദാബാദ് തിരക്കിൽ മുങ്ങിയ സമയം. മണിനഗർ ബസ് സ്റ്റാൻഡിൽ, ഇസാൻപൂരിൽ, നരോളിൽ എന്നിവിടങ്ങളിലെല്ലാം പൊട്ടിത്തെറികളുണ്ടായി. ഓട്ടോ സ്റ്റാൻഡിൽ, സൈക്കിളിൽ, ബസിന്റെ സീറ്റിനടിയിൽ നിന്നൊക്കെ ടിഫിൻ ബോക്സുകൾ ചിതറിത്തെറിച്ചു. 70 മിനിറ്റിൽ 21 സ്ഫോടനങ്ങൾ. ഇതിൽ 19 സ്ഫോടനങ്ങളും തിരക്കേറിയ മാർക്കറ്റുകളിലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഈ 70 മിനിറ്റുകൾക്ക് ശേഷം ഉണ്ടാകുന്ന വലിയ 2 സ്ഫോടനങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു. അത് 2 ഹോസ്പിറ്റലുകളായിരുന്നു. അതെ, ആദ്യ 19 സ്ഫോടനങ്ങളിൽ പരിക്കുപറ്റി വരുന്ന ആളുകൾ, അവരെ പരിശോധിക്കുന്ന ഡോക്ടർമാർ, ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചായിരുന്നു അത്. സിവിൽ ഹോസ്പിറ്റലിലും LG ഹോസ്പിറ്റലിലും അവർ കാത്തിരുന്നു. കാർ ബോംബുകളും 22 കിലോ അമോണിയം നൈട്രേറ്റും അതിനൊപ്പം LPG സിലിണ്ടറുകളുമായി. പ്രമുഖ ഡോക്ടർമാരടക്കം 36 പേരാണ് ഹോസ്പിറ്റൽ സ്ഫോടനത്തിൽ മാത്രം മരിച്ചത്. വേറെയും ചില ആശുപത്രികൾ ഭീകരർ ലക്ഷ്യം വെച്ചിരുന്നു. പക്ഷേ അതിട്ട് നടന്നുമില്ല. അന്ന് അഹമ്മദാബാദിന്റെ റോഡിൽ മനുഷ്യ ശരീരങ്ങൾ ചിതറിത്തെറിച്ച് കിടന്നു. 56 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. 200ഓളം പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ കേസിൽ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി വന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ്. ബെഞ്ച് 38 പേരുടെ വധശിക്ഷ പൂർണ്ണമായും ശരിവെച്ചു. പ്രത്യേക കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് പ്രതികൾ നൽകിയ അപ്പീലുകൾ തള്ളിക്കൊണ്ട് ജസ്റ്റിസുമാരായ AY കോഗ്ജെ, സമീർ ദാവെ എന്നിവരടങ്ങിയ ഹൈക്കോടതി ബെഞ്ച് 38 പേരുടെ വധശിക്ഷ പൂർണ്ണമായും ശരിവെക്കുകയായിരുന്നു. 38 പേർക്കൊക്കെ ഒറ്റയടിക്ക് വധശിക്ഷ കിട്ടുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇങ്ങനെ മരണം കാത്തിരിക്കുന്ന പ്രതികളിൽ 3 പേർ മലയാളികളാണ്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശി ഷിബിലി എ കരീം, ഇരട്ട സഹോദരൻ ഷാദുലി എ കരീം, മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ET ഷറഫുദ്ദീൻ എന്നിവർക്കാണ് വധശിക്ഷ കിട്ടിയത്. ഇവർക്ക് പുറമെ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആലുവ സ്വദേശി മുഹമ്മദ് അൻസാരി എന്ന മലയാളിക്ക് കോടതി മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഏറ്റവും വിചിത്രം, ഈ സ്ഫോടന പരമ്പരയുടെ ആസൂത്രണം നടത്തിയത് കേരളത്തിലാണെന്ന് NIA റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഞെട്ടിക്കുന്ന വിഷയമായിട്ടും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ ഇത് അന്തിച്ചർച്ചയ്ക്ക് പോലും എടുത്തിട്ടില്ല. കേരളം മിണ്ടാത്ത അഹമ്മദാബാദ് സ്ഫോടനത്തിന്റെയും ആസൂത്രണത്തിന്റെയും കഥ ഞെട്ടിക്കുന്നതാണ്. നിരോധിത സംഘടനയായ സിമിയുടെ, അതായത് സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഉപവിഭാഗമായ ഇന്ത്യൻ മുജാഹിദീനാണ് അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിലെന്നാണ് NIAയുടെ കണ്ടെത്തൽ. കേരളത്തിലെ വാഗമൺ, പാനായിക്കുളം എന്നിവിടങ്ങളിൽ നടന്ന തീവ്രവാദ പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്തവരാണ് ശിക്ഷിക്കപ്പെട്ട മലയാളികളെന്ന് പ്രത്യേക കോടതിയുടെ 2022 വിധിയിൽ എടുത്തു പറയുന്നു. കേസ് വിചാരണ ചെയ്ത അഹമ്മദാബാദ് പ്രത്യേക കോടതി ആകെ 49 പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തുകയും അതിൽ 38 പേർക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഒരേ കേസിൽ ഇത്രയധികം പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇന്ന് മനുഷ്യാവകാശ സംഘടനയായി മാറ്റുമായി വേഷം മാറി വരുന്ന മാധ്യമം, പത്രവും മീഡിയ വണ്ണം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മാനസപുത്രനാണ് സിമി. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ഔദ്യോഗിക വിദ്യാർത്ഥി വിഭാഗമായിട്ടായിരുന്നു ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്. 1977 ഏപ്രിൽ 25 ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് സിമി രൂപീകൃതമായത്. മുഹമ്മദ് അഹമ്മദുള്ള സിദ്ദിഖി ആയിരുന്നു സ്ഥാപക പ്രസിഡന്റ്. പാശ്ചാത്യ സാംസ്കാരിക സ്വാധീനങ്ങളിൽ നിന്ന് ഇന്ത്യൻ മുസ്ലിം യുവാക്കളെ സംരക്ഷിക്കുക, ഇസ്ലാമിക ജീവിത രീതി പ്രചരിപ്പിക്കുക എന്നതായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ പിന്നീട് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വ്യവസ്ഥിതിയോടും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോടും ജമാഅത്തെ ഇസ്ലാമി പുലർത്തിയ സമീപനങ്ങളെ സിമി എതിർത്തു. 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം സിമി കൂടുതൽ തീവ്രമായ നിലപാടുകൾ സ്വീകരിച്ചു. ഇതോടെ ആശയപരമായ ഭിന്നതകൾ രൂക്ഷമാവുകയും 1981 സിമി ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് പൂർണ്ണമായി വേർപിരിയുകയും ചെയ്തു. പിന്നീട് ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ പുതിയ വിദ്യാർത്ഥി സംഘടനയായി SIO രൂപീകരിച്ചു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന വിധ്വംസകമായ മുദ്രാവാക്യം സിമിയുടെ സംഭാവനയാണ്. 80കളുടെ ഒടുവിലാണ് സിമി ഈ വിവാദ മുദ്രാവാക്യം ഉയർത്തുന്നത്. ഇന്ത്യയിലെ നിലവിലുള്ള ജനാധിപത്യ മതേതര ഭരണഘടനയെയും കോടതികളെയും സിമി തള്ളിക്കളഞ്ഞു. ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക അഥവാ ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ തീവ്രമായ രാഷ്ട്രീയ ലക്ഷ്യം. പാശ്ചാത്യ മൂല്യങ്ങളായ മുതലാളിത്തവും കമ്മ്യൂണിസവും പരാജയമാണെന്നും മനുഷ്യരാശിയുടെയും ഇന്ത്യയുടെയും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരം ഇസ്ലാമിക നിയമങ്ങളാണെന്നും അവർ വാദിച്ചു. ഇന്ത്യയിലെ ദളിതർ, ആദിവാസികൾ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർ നേരിടുന്ന ജാതിയവും സാമൂഹികമായ വിവേചനങ്ങൾക്കുള്ള പരിഹാരം ഇസ്ലാം മത സ്വീകരണമാണെന്ന് കാണിച്ച് അവരെ ആകർഷിക്കാനും സിമി ഈ മുദ്രാവാക്യം ഉപയോഗിച്ചു. ഈ മുദ്രാവാക്യവും അതിനു പിന്നിലെ തീവ്രമായ ആശയങ്ങളുമാണ് സിമിയെ ഒരു സാംസ്കാരിക സംഘടനയിൽ നിന്ന് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു നിരോധിത ഭീകര സംഘടനയായി മാറ്റിയതിലെ പ്രധാന ഘടകം.
90കളിൽ ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്നുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സംഘടന തീവ്രമായ നിലപാടുകളിലേക്ക് മാറി. ഇന്ത്യയിൽ നടന്ന നിരവധി ബോംബ് സ്ഫോടനങ്ങളിലും അക്രമങ്ങളിലും സിമി പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഭീകരപ്രവർത്തനങ്ങൾ, രാജ്യദ്രോഹം, സാമുദായിക സൗഹാർദ്ദം തകർക്കൽ എന്നീ കാരണങ്ങളാൽ 2001 UAPA പ്രകാരം കേന്ദ്ര സർക്കാർ സിമിയെ നിരോധിച്ചു. അന്ന് തൊട്ട് ഈ നിരോധനം കൃത്യമായ ഇടവേളകളിൽ പുതുക്കി വരുന്നുണ്ട്. 2006-2007 കാലഘട്ടത്തിൽ സിമിയുടെ ദേശീയ നേതൃത്വത്തിൽ വലിയൊരു പിളർപ്പുണ്ടായി. സംഘടനയുടെ പഴയകാല നേതാക്കൾ സമാധാനപരമായ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ മുൻ ജനറൽ സെക്രട്ടറി സഫ്ദർ നഗോരിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഇന്ത്യയിൽ ആയുധമെടുത്ത് പോരാടാൻ തീരുമാനിച്ചു. ഈ തീവ്രവാദ വിഭാഗം നഗോരി ഗ്രൂപ്പ് എന്നറിയപ്പെട്ടു. രൂപീകരിച്ച രഹസ്യ സായുധ വിങ്ങാണ് പിന്നീട് ഇന്ത്യൻ മുജാഹിദീൻ അഥവാ IM എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 2007 ഡിസംബറിൽ ഇടുക്കിയിലെ വാഗമൺ തങ്ങൾപ്പാറയിൽ സിമി ഒരു രഹസ്യ ആയുധ സ്ഫോടന പരിശീലന ക്യാമ്പ് നടത്തി. ഈ ക്യാമ്പിൽ വെച്ചാണ് അഹമ്മദാബാദ് അടക്കമുള്ള ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള ഗൂഢാലോചന നടന്നതെന്ന് NIA കണ്ടെത്തി. വധശിക്ഷ ലഭിച്ച ഷിബിലി, ഷാദുലി എന്നിവർ ഈ ക്യാമ്പിലെ പ്രധാന സംഘാടകരും പങ്കാളികളുമായിരുന്നുവെന്ന് കുറ്റപത്രം പറയുന്നു. കേരളത്തിന്റെ ഉൾക്കാടുകളിലായിരുന്നു പരിശീലനം നടത്തിയത്. വാഗമൺ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രതികൾ ആലുവ ബിനാനിപുരത്തും ഒത്തുകൂടിയിരുന്നു. 2007 ഡിസംബർ ആദിവാരം ബിനാനിപുരത്തെ ഒരു വീട്ടിൽ വെച്ചാണ് സിമിയുടെ ഉന്നത നേതാക്കളായ സഫ്ദർ നഗോരി, അബ്ദുൾ സുബഹാൻ ഖുറേഷി എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഇന്ത്യയിൽ സ്ഫോടന പരമ്പരകൾ നടത്തുന്നതിനുള്ള അന്തിമ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാനും അതിനായി യുവാക്കൾക്ക് കമാൻഡോ രീതിയിലുള്ള കഠിനമായ പരിശീലനം നൽകാനും ഇവിടെ വെച്ചാണ് തീരുമാനമായതെന്നാണ് NIA കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ യോഗത്തിന് ശേഷമാണ് പ്രതികൾ ബിനാനിപുരത്ത് നിന്ന് എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത ഒരു വാഹനത്തിലും ബൈക്കുകളിലുമായി ഇടുക്കിയിലെ വാഗമണ്ണിലേക്ക് പുറപ്പെട്ടത്. 2007 ഡിസംബർ 10 മുതൽ 12 വരെ 3 ദിവസങ്ങളിലായിട്ടാണ് വാഗമണ്ണിലെ തങ്ങൾപ്പാറ എന്ന സ്ഥലത്തെ ഉൾക്കാടുകളിൽ അതിവരഹസ്യമായി ഈ ക്യാമ്പ് നടന്നത്. കേരളത്തിൽ നിന്നുള്ള ഷിബിലി, ഷാദുലി, അബ്ദുൾ സത്താർ എന്നിവർക്ക് പുറമെ കർണാടക, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 30ഓളം പ്രമുഖ സിമി നേതാക്കളും ഭീകരരും ഈ ക്യാമ്പിൽ പങ്കെടുത്തു. ഇവിടെ വെച്ച് ആയുധ പരിശീലനവും നടന്നു. കുന്നിൻ പ്രദേശങ്ങളിലും ഉൾക്കാടുകളിലും വെച്ച് വെടിവെപ്പ്, കമാൻഡോ സ്റ്റൈലിലുള്ള ശാരീരിക വ്യായാമങ്ങൾ, ബൈക്ക് റേസിംഗ്, ട്രക്കിംഗ് എന്നിവയിൽ പ്രതികൾക്ക് പരിശീലനം നൽകി. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനായ അബ്ദുൾ സുബഹാൻ ഖുറേഷിയുടെ നേതൃത്വത്തിൽ ലിക്വിഡ് ബോംബുകളുടെയും ടൈമറുകളുടെയും ആദ്യ പരീക്ഷണങ്ങൾ ഈ ക്യാമ്പിൽ വെച്ചാണ് നടത്തിയത്. ഈ സാങ്കേതിക വിദ്യയാണ് പിന്നീട് അഹമ്മദാബാദിൽ ഉപയോഗിച്ചത്. ഇന്ത്യക്കെതിരെ ജിഹാദ് പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതികൾക്ക് ക്ലാസുകൾ നൽകി. ഈ ക്യാമ്പിൽ പങ്കെടുത്തവരും പരിശീലനം സിദ്ധിച്ചവരുമാണ് പിന്നീട് 2008 അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ പ്രധാന പ്രതികളായതും വധശിക്ഷയ്ക്ക് അർഹരായതും. ഷിബിലിയും ഷാദുലിയും കോളേജ് പഠനകാലത്താണ് സിമിയുമായി അടുക്കുന്നത്. ഷാദുലി ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറും ഷിബിലി ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണലുമായിരുന്നു. തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും സാങ്കേതിക വിജ്ഞാനം കാരണം ഇവർ സിമിയിൽ വളരെ പെട്ടെന്ന് സ്വാധീനമുള്ളവരായി മാറി. ആദ്യകാലങ്ങളിൽ സിമിയുടെ സാംസ്കാരിക പ്രത്യയശാസ്ത്ര ക്ലാസുകളിലാണ് ഇവർ പങ്കെടുത്തത്. 2001 സിമിയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിനു ശേഷവും ഇവർ രഹസ്യമായി ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ തുടർന്നുവെന്നാണ് NIA റിപ്പോർട്ടിൽ പറയുന്നത്. സാങ്കേതിക കാര്യങ്ങളിൽ അറിവുള്ള ഇവരെ ബോംബുകളിൽ ടൈമറായി ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് ചിപ്പുകൾ നിർമ്മിക്കാനും സാങ്കേതിക സഹായം നൽകാനുമാണ് ഉപയോഗിച്ചതെന്ന് ഗുജറാത്ത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അഹമ്മദാബാദിൽ സ്ഫോടനം നടക്കുന്നതിന് 4 മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2008 മാർച്ച് 26-ന് കേരളത്തിൽ നിന്ന് മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന ഷിബിലിയെയും ഷാദുലിയെയും മധ്യപ്രദേശ് പോലീസ് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തു. അഹമ്മദാബാദ് സ്ഫോടനം നടക്കുമ്പോൾ അവർ മധ്യപ്രദേശിലെ ജയിലിലായിരുന്നു. 2008 ജൂലൈയിൽ അഹമ്മദാബാദിൽ സ്ഫോടനം നടന്നതിനു ശേഷം ഗുജറാത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സ്ഫോടനത്തിന്റെ ആസൂത്രണം മധ്യപ്രദേശിലും കേരളത്തിലും വെച്ചാണ് നടന്നതെന്ന് വ്യക്തമായി. അഹമ്മദാബാദ് കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഗുജറാത്ത് ക്രൈംബ്രാഞ്ച് മധ്യപ്രദേശ് ജയിലിൽ കഴിഞ്ഞിരുന്ന ഷിബിലി, ഷാദുലി, സഫ്ദർ നഗോരി തുടങ്ങിയ പ്രതികളെ ട്രാൻസിറ്റ് വാറന്റ് വഴി ഔദ്യോഗികമായി തങ്ങളുടെ കസ്റ്റഡിയിൽ വാങ്ങി അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അഹമ്മദാബാദ് സ്ഫോടന കേസിന്റെ വിചാരണ പൂർണ്ണമായി നടന്നത് ഗുജറാത്തിലെ പ്രത്യേക കോടതിയിലായതിനാലാണ് ഇവരെ അങ്ങോട്ടേക്ക് മാറ്റിയതും അവിടെ വെച്ച് ശിക്ഷിക്കപ്പെട്ടതും. അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ET ഷറഫുദ്ദീന്റെ പേരിൽ ആരോപിക്കപ്പെട്ട പ്രധാന കുറ്റം സ്ഫോടനത്തിനായി ബോംബുകളിൽ ഉപയോഗിച്ച ഇലക്ട്രോണിക് ചിപ്പുകളും ടൈമറുകളും തയ്യാറാക്കി നൽകി എന്നതാണ്. മലപ്പുറം കൊണ്ടോട്ടി പെരുവള്ളൂർ സ്വദേശിയാണ് ഇയാൾ. ടൈമർ ബോംബുകൾ കൃത്യസമയത്ത് പൊട്ടാനാവശ്യമായ ഇലക്ട്രോണിക് സർക്യൂട്ടുകളും ഡിജിറ്റൽ ചിപ്പുകളും രൂപകൽപ്പന ചെയ്തത് ഷറഫുദ്ദീനും ഇയാളുടെ പിതാവ് ET സൈനുദ്ദീനും ചേർന്നാണെന്ന് NIA റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ET സൈനുദ്ദീനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും വിചാരണ കോടതി ഇദ്ദേഹത്തെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കി. രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ, രാജ്യദ്രോഹം, കൊലപാതകം, UAPA തുടങ്ങിയ അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. ഷറഫുദ്ദീൻ കേരളത്തിൽ നടന്ന വിവാദപരമായ വാഗമൺ സിമി ക്യാമ്പിലോ പാനായിക്കുളം രഹസ്യ യോഗത്തിലോ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. പിതാവ് ET സൈനുദ്ദീൻ വഴിയാണ് ഇയാൾ ഇന്ത്യൻ മുജാഹിദീനിൽ എത്തിയതെന്നാണ് NIA പറയുന്നത്. ബാംഗ്ലൂർ സ്ഫോടന കേസിലും അഹമ്മദാബാദ് കേസിലും പ്രതി ചേർക്കപ്പെട്ടയാളും സിമിയുടെ സജീവ പ്രവർത്തകനുമായിരുന്നു സൈനുദ്ദീൻ. ഹൈദരാബാദ്, കർണാടക എന്നിവിടങ്ങളിലെ തീവ്രവാദ ശൃംഖലകളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും NIA റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ മുജാഹിദീൻ തലവനായ റിയാസ് ഭട്കൽ, യാസിൻ ഭട്കൽ എന്നിവരുമായി ഈ കുടുംബത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു.
മികച്ച ഇലക്ട്രോണിക്സ് അറിവുള്ള വ്യക്തിയായിരുന്നു ഷറഫുദ്ദീൻ. ബോംബുകൾ നിർമ്മിക്കാൻ സാങ്കേതിക വിദഗ്ധരെ തിരഞ്ഞു നടന്ന ഇന്ത്യൻ മുജാഹിദീൻ നേതാക്കൾ ഷറഫുദ്ദീനെ തങ്ങളുടെ സംഘത്തിലേക്ക് ആകർഷിക്കുകയായിരുന്നു. ഷറഫുദ്ദീന്റെ അടുത്ത ബന്ധുവായ അബ്ദുൾ റഹ്മാൻ കശ്മീരിൽ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തീവ്രവാദിയായിരുന്നു. ഈ കുടുംബ പശ്ചാത്തലവും സാങ്കേതിക വൈദഗ്ധ്യവുമാണ് ഷറഫുദ്ദീനെ ഇന്ത്യൻ മുജാഹിദീന്റെ ബോംബ് നിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന കണ്ണിയാക്കി മാറ്റിയതെന്നും NIA പറഞ്ഞു. അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ ആലുവ സ്വദേശിയായ അൻസാർ നദ്വി എന്ന് വിളിക്കുന്ന മുഹമ്മദ് അൻസാറിന് ഗുജറാത്ത് ഹൈക്കോടതി മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. സ്ഫോടനത്തിന് മുന്നോടിയായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് സിമി ഭീകരരുമായി നടന്ന രഹസ്യ തീവ്രവാദ ക്യാമ്പുകളുടെ പ്രധാന സംഘാടകരിൽ ഒരാളായിരുന്നു അൻസാർ എന്നാണ് NIA പറയുന്നത്. യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സമാഹരിക്കുന്നതിനും ഇയാൾ നേതൃത്വം നൽകി. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സിമി പ്രവർത്തകരെ രാജ്യവ്യാപകമായ തീവ്രവാദ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതിൽ ഇയാൾ പ്രധാന കണ്ണിയായി. നദ്വി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉത്തർപ്രദേശിലെ പ്രശസ്തമായ ഇസ്ലാമിക് സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ഇയാൾക്ക് സിമിയുടെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. കേരളത്തിൽ തീവ്രവാദ സംഘടനകൾക്ക് വേരോട്ടമുണ്ടാക്കാൻ സിമി നടത്തിയ പാനായിക്കുളം രഹസ്യയോഗത്തിലും വാഗമൺ ക്യാമ്പിലും അൻസാർ പങ്കെടുത്തിരുന്നു. പാനായിക്കുളം കേസിൽ NIA പ്രത്യേക കോടതി ഇയാൾക്ക് നേരത്തെ ശിക്ഷ വിധിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതി ഇതിൽ ചില ഇളവുകൾ നൽകിയെങ്കിലും മറ്റ് കേസുകളിലും അന്വേഷണം തുടർന്നു. സിമിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും കടുത്ത തീവ്രവാദ നിലപാടുകളുമുള്ള നേതാവായ സഫ്ദർ നഗൂരിയുടെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു അൻസാർ. 2001 സിമി നിരോധിക്കപ്പെട്ടതിനു ശേഷം നഗൂരിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പാണ് പിന്നീട് ഇന്ത്യൻ മുജാഹിദീനായി മാറിയത്. സഫ്ദർ നഗൂരിയുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പത്തിലൂടെ അൻസാർ സ്വാഭാവികമായും ഇന്ത്യൻ മുജാഹിദീന്റെ കോർ കമ്മിറ്റിയുടെയും സ്ഫോടന ആസൂത്രകരുടെയും ഭാഗമായി മാറി. മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച് നഗൂരിയോടൊപ്പം അൻസാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു.